നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വകുപ്പ് മന്ത്രിമാർക്ക് വലിയ റോളുകളൊന്നുമില്ല. പിണറായി തീരുമാനിക്കും, പിണറായി നടപ്പാക്കും. പിന്നെ പേരിന് ഓരോ വകുപ്പ് തിരിച്ച് ഓരോ മന്ത്രിമാരെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് മാത്രം. പിണറായി ഏകാധിപതിയെ പോലെ എല്ലാം അങ്ങ് തീരുമാനിച്ച് നടപ്പാക്കുകയാണ്. പിണറായി തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വകുപ്പ് മന്ത്രിമാർ പോലും കാര്യങ്ങൾ അറിയുന്നത്. ഇതെന്തു തരം ഭരണമാണെന്നാണ് ഇപ്പോൾ പാർട്ടിയിലുള്ളവർ പോലും പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. LDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ബാറുകൾ പൂട്ടുമെന്നായിരുന്നല്ലോ വലിയ ഗീർവാണമടി. മദ്യവർജനമാണ് മെയിൻ എന്ന്. എന്നിട്ട് നമ്മൾ കണ്ടതെന്താണ്? മുക്കിന് ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും ഒക്കെ തുറക്കുന്നതായിരുന്നു. അതായത് മദ്യപ്പുഴയൊഴുക്കി ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഇപ്പോൾ പുതിയൊരു തീരുമാനവും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ബാറുകളുടെ പ്രവർത്തന സമയം മാറ്റുന്നതിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പക്ഷേ മന്ത്രിമാർ പോലും ഇത് വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. മന്ത്രിസഭ അറിയാതെ ബാറുകാരെ കൊഴുപ്പിക്കാൻ പിണറായി തന്നെ എടുത്ത തീരുമാനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകാരെ അങ്ങ് പുളകം കൊള്ളിക്കാനാണ് പിണറായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ബാറുകളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു പ്രവർത്തന സമയം നീട്ടണം എന്നുള്ളത്. അതിന് പച്ചക്കൊടി വീശിയ പിണറായിയുടെ നടപടിയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഉയരുന്നത്. അതായത് പലരും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്ന്. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരുമായി കരാറിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത് മുൻപ് ഏറെ വിവാദമായിരുന്നല്ലോ. ഈ തീരുമാനത്തിന് ശേഷവും മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് PM ശ്രീയിൽ നമ്മൾ കണ്ടത് PM ശ്രീയുമായി കൈകോർക്കാൻ പിണറായി തീരുമാനമെടുത്തത് മറ്റു വകുപ്പ് മന്ത്രിമാർ ഒന്നും അറിഞ്ഞിരുന്നില്ല. വാർത്തകളിലൂടെയാണ് അവർ കാര്യങ്ങൾ അറിഞ്ഞത്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതും. നയപരമായ തീരുമാനമായിട്ടുകൂടി സംസ്ഥാനത്തെ ബാർ സമയം കൂട്ടാനുള്ള തീരുമാനം ഇടതു മുന്നണി അറിഞ്ഞില്ല. വിഷയം മന്ത്രിസഭാ യോഗത്തിലും ചർച്ചയായില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സമയം നീട്ടണമെന്ന ബാർ ഉടമകളുടെ അപേക്ഷ എക്സൈസ് വകുപ്പ് ഉത്തരവാക്കുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ സർക്കാരിനെ സമീപിച്ചത് 11 തവണയാണ്. നേരത്തെ പരിഗണിക്കാതെ മാറ്റിവെച്ച ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി തീരുമാനമെടുത്തതും പൊതുജന സമക്ഷം മുന്നണിയെ സംശയത്തിലാക്കുന്നതാണ്. സമയം കൂട്ടാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമയം കൂട്ടി നൽകിയതിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യമെന്നാണ് വിമർശനം ശക്തമാകുന്നത്. വിനോദസഞ്ചാര മേഖല ഉണർവിന്റെ പാതയിലായതിനാൽ ബാറുകൾ കൂടുതൽ സമയം തുറന്നിരിക്കണമെന്ന ആവശ്യമുയർത്തി സർക്കാർ രക്ഷപ്പെടാൻ പഴുതൊരുക്കിയേക്കും. ആ വാദമാണ് ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നതും. വർഷാവർഷമുള്ള മദ്യനയത്തിന് പകരം 5 വർഷത്തിലൊരിക്കൽ നയം പുതുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന സർക്കാർ. സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ മദ്യവിൽപ്പനയെ ആശ്രയിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് 2 മണിക്കൂർ നേരം അധികം ബാർ തുറന്നിരുന്നാൽ നേട്ടമേ വരൂ എന്നാവും എക്സൈസ് വിലയിരുത്തൽ. ബാർ ഉടമകൾ ഓരോ തവണയും ആവശ്യമുന്നയിക്കും, സർക്കാർ നിരസിക്കും. പക്ഷേ ഇപ്പോൾ പിണറായി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഈ മട്ട് തുടർന്ന സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തതിലാണ് ദുരൂഹത വർദ്ധിക്കുന്നത്. പണപ്പിരിവാണോ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരൊറ്റ തള്ളാണ് ഇനി തള്ളാൻ പോകുന്നത്. ബെവ്കോ ഷോപ്പുകൾ അടച്ചാലും ബാറുകൾ കൂടുതൽ സമയം തുറന്നിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉണർവേകും. സർക്കാർ മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്ന സംഘടനകളെ താത്വികമായ കാരണം നിരത്തി സർക്കാർ പ്രതിരോധിക്കും. രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയാണ് സർക്കാർ കൊടുക്കുന്നത്. ഇത് വലിയ ഒരു വിപത്തായി മാറും എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുമ്പോഴും അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതേസമയം സംസ്ഥാനത്ത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മദ്യമൊഴുക്കാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടു. മദ്യത്തിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മദ്യക്കച്ചവടം പ്രോത്സാഹിപ്പിക്കുന്ന നിയമം കൊണ്ടുവരുന്നതിന്റെ ഇംഗിതം വ്യക്തമാണ്. ടൂറിസത്തിന്റെ പേരിൽ മദ്യശാലകളുടെ പ്രവർത്തന സമയം നീട്ടുന്നത് പഠനങ്ങൾ ഇല്ലാതെയാണെന്ന് ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സഭകളും അതുപോലെ തന്നെ
മറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട അസോസിയേഷനും സംഘടനകളും ഒക്കെ തന്നെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 12 വരെ പ്രവർത്തന സമയം നീട്ടാനാണ് തത്വത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സമയം നീട്ടണമെന്ന ബാറുകളുടെ ദീർഘകാലമായ ആവശ്യമാണ് സർക്കാർ ഇപ്പോൾ അങ്ങ് പരിഗണിച്ചിരിക്കുന്നത്. നിലവിൽ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. ഇതാണ് നീട്ടുന്നത്. ഇതോടെ അധികമായി 2 മണിക്കൂർ ബാറുകൾക്ക് തുറന്നിരിക്കും. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ബിസിനസ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചകൾ, മേളകൾ, കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി പുലർച്ചെ 3 വരെ മദ്യം വിളമ്പാനും അനുമതിയുണ്ട്. ഇതിനായി പ്രത്യേകം ഫീസ് നൽകേണ്ടി വരും. 2025 ജനുവരി 31 കണക്കനുസരിച്ച് 847 ബാർ ലൈസൻസുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. 289 ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണിത്. 2025-26 വർഷത്തെ കരട് മദ്യനയം അനുസരിച്ച് ടൂറിസം മേഖലകളിൽ ഡ്രൈ ഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ മദ്യനയം നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നു. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ഡ്രൈ ഡേയിൽ മദ്യം നൽകാം. വിവാഹം, അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ്. മദ്യം നൽകുന്നതിന് ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം. ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം. അതേസമയം ബിവറേജിനും ബാറുകൾക്കും ഡ്രൈ ഡേ തുടരും. ബാറുകളുടെ വാർഷിക ലൈസൻസ് തുക 35 ലക്ഷം എന്നതിൽ മാറ്റമില്ല. ഇപ്പോൾ സമയം അനുവദിച്ചു കൊടുക്കാൻ, അതായത് അധിക സമയം അനുവദിക്കുന്നത്, ആ ഒരു തീരുമാനം മന്ത്രിസഭയിലെ മറ്റാരും അറിയാതെ പിണറായി മാത്രം എടുത്ത തീരുമാനമാണ് എന്നുള്ളൊരു വിമർശനം പുറത്തേക്ക് വരികയാണ്. ഈ സർക്കാർ മദ്യത്തിലൂടെ വലിയ സമ്പത്തുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മദ്യം കൊണ്ട് നശിക്കുന്ന കുടുംബങ്ങളെ സർക്കാർ കാണുന്നില്ല എന്നും മുക്കിന് ഇനിയും ബാറുകളും ബെവ്കോകളും തുറന്നു കൊടുക്കാനാണ്, അനുമതി കൊടുക്കാനാണ് സർക്കാർ കാത്തിരിക്കുന്നതെന്നും വലിയ വിമർശനങ്ങളാണ് ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ പ്രഖ്യാപനം എന്തായിരുന്നു? മദ്യവർജനം. എന്നാൽ അതിന്റെ നേർ വിപരീതമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം സർക്കാരിന് നേരെ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.